ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന പാഠഭാഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ കോസ്റ്റ് എന്ന ഭാഗത്തേക്കാണ് മൂവ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും വെച്ചാണ് നിർത്തിയിരുന്നത്. ഇന്ന് ഇതാ നമ്മൾ കോസ്റ്റിലേക്ക് പോവുകയാണ്. കോസ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ്? എന്താണ് കോസ്റ്റ്? വി നോ ദാറ്റ് cost is the total expenses incurred in production of goods and services. Cost is the total expenditure incurred on production of output. There are different, നമുക്കറിയാം പല തരത്തിലുള്ള കോസ്റ്റ് നമുക്കുണ്ട് ഇല്ലേ? we have to pay rent for land, we have to pay rent on building, we have to pay salary and wages, we have to pay electricity bill, we have to pay insurance premium, we incur cost on transportation, everything. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ചെലവുകളും, പ്രൊഡക്ഷനിൽ നമുക്ക് വരുന്ന എല്ലാ ചെലവുകളുമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. സോ വാട്ട് ഈസ് കോസ്റ്റ്? Cost is the total expenses incurred on the production of goods and services. What is cost? It is the total expenditure on production of particular level of output. Okay, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു, there are two types of production. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. എന്താണ് ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെയും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെയും വ്യത്യാസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഓക്കെ, ആലോചിച്ചോ? കിട്ടി? ഓക്കെ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞു, എന്താണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ there is both variable factors and fixed factors അല്ലേ? there is വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്, ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. ലേബർ ഇസ് എ വേരിയബിൾ ഫാക്ടർ ആൻഡ് ദർ ആർ മെനി അതർ ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. And we increase the production in short run production by increasing this labor factor, this variable factor, keeping all fixed factors constant. ഓക്കെ, ലോങ് റൺ പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു, ലോങ് റൺ പ്രൊഡക്ഷനിൽ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ഫാക്ടേഴ്സ് അല്ലേ? ഇൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ഫാക്ടേഴ്സ്. we construct new buildings, we purchase new machinery, everything is changed, number of laborers are changed, technology is changed, everything is changed in long run production. അതുതന്നെയാണ് കോസ്റ്റും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. There are long run cost and short run cost. short run cost എന്ന് പറയുന്നത്, in short run cost there is both എന്താണ്, ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ദർ ഇസ് ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ്, ഒരിക്കലും നമ്മൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. വി ആർ നോട്ട് മൂവിങ് ദാറ്റ് ബിൽഡിംഗ് പിന്നെ അവിടുന്ന്. ഓക്കെ, ഇറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. ബട്ട് വി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ബൈ ചേഞ്ചിങ് ദ ലേബറേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ദാറ്റ് ഈസ് ദ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് കോസ്റ്റിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്? ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞു, നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് വന്നിട്ടുള്ള ചെലവുകളെയാണ് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ total expenditure incurred on production of fixed asset.
Okay, it is the total expenditure incurred on the production of fixed asset. This fixed cost is always fixed. It does not change. It is constant. Okay. ഒരിക്കലെ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റിന് പിന്നെ ഒരു ചേഞ്ചസും ഇല്ല. ഇറ്റ് ഈസ് ഫിക്സഡ്. It is constant. It is permanent. Okay, clear? The fixed cost is permanent cost. It is a constant cost. It is having no change at all. It remains fixed at all levels of output. Okay, എത്ര output increase ചെയ്താലും fixed cost remains constant. Some examples for fixed cost are salary of permanent staff, expenses or rent on building, expenses on building, insurance premium, etc. are the examples of fixed cost. Okay, clear? Next one is variable cost. What is variable cost? Variable cost varies throughout the production. Okay, variable cost varies throughout the production. The entrepreneur increases his production by changing the variable factors. Cost which varies at all levels of income, cost which varies at all levels of production, that is known as variable cost. Okay, cost that varies, മാറിക്കൊണ്ടേ ഇരിക്കുന്നത്, it varies at all levels of production. അതിനെയാണ് നമ്മൾ എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? Some examples of variable cost are cost on raw materials, wages, transportation cost, cost on purchase of raw materials, etc. are examples of variable cost. Clear? അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞു, വേരിയബിൾ കോസ്റ്റ് പറഞ്ഞു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, ഇറ്റ് ഈസ് ദ total amount of variable cost incurred in all round of production. അതേപോലെ തന്നെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇറ്റ് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ഓൾ rounds of production. Now, there is what is the distinction? What is the distinction between variable cost and fixed cost? This distinction between variable cost and fixed cost is only a short-run phenomena. Only in short run there is both variable cost and fixed cost. In long run, all factors are variable factors. All cost incurred in production are variable cost incurred. Okay, so the distinction between variable cost and fixed cost is only a short run phenomenon. In long run, all costs are variable cost. Okay, clear? Now we shall move to next topic, total cost. What is total cost? Total cost is the total amount incurred in all units of production. Okay, what is total cost? Total cost is equal to total fixed cost plus total variable cost. Okay, TC is equal to TFC plus TVC. TC total cost, TVC total variable cost, TFC total fixed cost. Okay, appo total cost is equal to total variable cost plus total fixed cost. Okay, clear? We can move to the next topic, average cost. What is average cost? Average cost is the
cost per unit of output. What is average cost? Average cost is the cost per unit of output. How can it be calculated? Average cost AC is equal to TC divided by number of outputs. Clear? Okay. Next, what is the shape of AC? You have to make it clear. The shape of AC is U-shaped. ഓക്കെ, മനസ്സിലാക്കണം എന്താണ് എ സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യു ഷേപ്ഡ്. ദ ഷേപ്പ് ഓഫ് എ സി ഈസ് യു ഷേപ്ഡ് എ സി. എ സി ഈസ് ഈക്വൽ ടു ടി സി ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്, ടി സി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, ടി സി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എംപ്ലോയ്ഡ്. ഓക്കെ, clear? Now we can do a problem. ഒരു ചെറുതായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾക്കൊരു പ്രോബ്ലം ചെയ്യല്ലേ. എന്നാൽ നമുക്ക് ഈ എ സി അതൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമ്മളുടെ മനസ്സിൽ മുഴുവനായിട്ട് അങ്ങോട്ട് പതിയാൻ വേണ്ടിയിട്ട് എടുക്കൂ. ടേക്ക് യുവർ ബുക്സ്, സ്റ്റാർട്ട് റൈറ്റിംഗ്. ടു പ്രൊഡ്യൂസ് 10 units, a producer needs ₹100 as TFC and TVC is ₹250. Find TC and AC. നമുക്കിവിടെ തന്നിരിക്കുന്നത് TVC തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് TC കാണുക? പറയൂ. ഓക്കെ, അതന്നെ. TC is equal to TVC plus TFC is equal to 100 plus 250 is equal to 350. ഓക്കെ, അപ്പോൾ ടി സി കിട്ടിക്കഴിഞ്ഞു. ടി സി കിട്ടിക്കഴിഞ്ഞാൽ എ സി കാണാൻ എന്തൊരു എളുപ്പമാണ്. എന്താണ് എ സി കാണാനുള്ള ഫോർമുല? എ സി ഈസ് ഈക്വൽ ടു ടി സി divided by number of units. That is 10 is the number of units. So TC is equal to 350. 350 divided by 10. That is 35. Okay, clear? അപ്പം ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ സി? ദ ഷേപ്പ് ഓഫ് എ സി ഇസ് യു ഷേപ്ഡ്. എ സി ഇസ് എ യു ഷേപ്ഡ് കർവ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ സി? എ സി ഇസ് എ യു ഷേപ്ഡ് കർവ്. ക്ലിയർ? ഒരു സംശയവുമില്ല, പതിഞ്ഞിരിക്കണു. Okay, now we'll move to the next topic. Average fixed cost. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ് എന്ന് പറഞ്ഞു ഇല്ലേ? വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ്? ഒന്ന് ഓർത്ത് നോക്കൂ. എന്താണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞത്? ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് ഒരിക്കൽ മാത്രം ഷോർട്ട് റണ്ണിൽ വരുന്ന ചെലവുകളെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. Average fixed cost is equal to total fixed cost divided by quantity. Okay, അപ്പോൾ അതും നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. It is the AFC is equal to TFC divided by Q. AFC, average fixed cost, is equal to TFC divided by quantity. ക്ലിയർ ആയില്ലേ? നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ, നമ്മൾക്ക് ചെറിയൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്താലോ? ഒന്നും കൂടി നമ്മൾക്ക് ഒരു പടിയും കൂടി മുന്നിലായിരിക്കും, ഒരു പടിയും കൂടി ക്ലിയറുമായിരിക്കും. പക്ഷേ ഒരു പോയിൻ്റ് പറയാനായിട്ട് ഒരു സെക്കൻഡ്, ഒരു സാധനം ഞാൻ നിങ്ങളോട് വിട്ടുപോയി. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് AFC? The shape of AFC is rectangle.
rectangular hyperbola. What is the shape of AFC? The shape of AFC is rectangular hyperbola. നമ്മൾ ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോല എന്ന് പറഞ്ഞിരുന്നത് എപ്പോഴാണ് എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ വേറെ സെക്കൻഡ് ചാപ്റ്ററിൽ കൺസ്യൂമർ ബിഹേവിയറിസം പറഞ്ഞപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിസിറ്റി പഠിച്ച സമയത്ത്. ഏത് ഇലാസ്റ്റിസിറ്റിക്കാണ്? ദ ഡിമാൻഡ് കർവ് ഇസ് ഇൻ ഷേപ്പ് ഓഫ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോല. ഒന്ന് ഓർത്ത് നോക്കൂ. പറഞ്ഞിട്ട് പറയണം. നിങ്ങൾ ഓർക്കണം, പറയണം. പറയൂ. ഓക്കെ, ഏതിനാണ്? ഇൻ ദ കേസ് ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഇല്ലേ, ദ ഡിമാൻഡ് കർവ് ഇസ് rectangular hyperbola. Now we can do a practice question so you can make it more clear. When a firm produces 8 units of outputs, the total fixed cost is 800. Find AFC. ഒരു ഫേം 8 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ AFC കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാണുക? AFC ഈസ് ഈക്വൽ ടു TFC ഡിവൈഡഡ് ബൈ output is equal to 800. 800 is the total fixed cost divided by output, that is 8 is equal to 100. എന്ത് സിമ്പിളാണ് നോക്കൂ. മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ട്, വളരെ മനോഹരമായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ലേ? ഓക്കെ, ഇനി അടുത്തതിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, AVC. വാട്ട് ഈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്? എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇസ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന വേരിയബിൾ കോസ്റ്റിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. AVC. AVC is equal to എന്താണ്? TVC divided by output. Okay, then what is the shape of AVC? The shape of AVC is U-shaped. U-shaped AVC ആണ്. AVCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യു ആണ്. പിന്നെ നമ്മൾ പഠിച്ചു വേറെ ഇതിൻ്റെയാണ് യു എന്ന് പറയുന്നത്. ACയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യു ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്താലോ? If a producer produces 10 units of output, TVC is 70. Then what is AVC? എന്ത് ഈസി ആണ്? AVC is equal to TVC divided by output is equal to 70 divided by 10 is equal to 7. Clear? ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോസ്റ്റിലേക്കാണ് പോണത്. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാർജിനൽ? അഡീഷണൽ. സോ മാർജിനൽ കോസ്റ്റ് മീൻസ് അഡീഷണൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ additional cost incurred in producing an additional unit of a commodity. Marginal cost is the additional cost incurred to the total cost in producing an additional unit of a commodity. ഓക്കെ, മാർജിനൽ കോസ്റ്റ് പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചിട്ടുണ്ട്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഒക്കെ തന്നെയും ഇറ്റ് ഈസ് ദ അഡീഷൻ. വാട്ട് ഈസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ അഡീഷണൽ മെയ്ഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ് ബൈ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി. ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. What is marginal cost? Marginal cost means additional cost incurred in producing an additional unit of output. Okay, what is MC? Marginal cost is MC.
MC is equal to പറയൂ എന്താണ്? What is MC? MC is equal to പറയൂ TC. എങ്ങനെയാണ് നമ്മൾ ഫോർമുല പറഞ്ഞത്? നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്? MC is equal to TCN minus TCN minus 1 അല്ലേ? താഴത്തുള്ള ടോട്ടൽ കോസ്റ്റ് മൈനസ് തൊട്ട് മുകളിലുള്ള ടോട്ടൽ കോസ്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ക്ലിയർ ആയിരിക്കും. TC for the 9th unit എഴുതൂ. TC for the 9th unit is 100 rupees. And it is also known as the TC for the 8th unit is 93. Then what is the marginal cost? വളരെ സിമ്പിൾ അല്ലേ? വളരെ ഈസി. എന്താണ്? 100 minus 93 is equal to 7. ഓക്കെ, താഴെയുള്ള TC മൈനസ് തൊട്ട് മുകളിലുള്ളത് 9th എമൗണ്ടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെങ്കിൽ 8ൻ്റെത് 93 ആണെങ്കിൽ 100 മൈനസ് 9th യൂണിറ്റ് മൈനസ് 9th TC മൈനസ് 8th TC ഇസ് ഈക്വൽ ടു 100 മൈനസ് 93 ഇസ് ഈക്വൽ ടു 7. വെരി ക്ലിയർ. ഓക്കെ, അപ്പം നമ്മൾ MC പറഞ്ഞു. MC ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞത്? TCN മൈനസ് TCN മൈനസ് 1. Marginal cost is the additional cost incurred to the total cost in producing an additional unit of a commodity. Okay, what is the shape of MC? The shape of MC is also U-shaped. What is the shape of MC? The shape of MC is also U-shaped. Clear? അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഒരു ടേബിളാണ്. ആ ടേബിളിൻ്റെ പകുതി മാത്രമേ ഞാൻ ഫില്ല് ചെയ്യുള്ളൂ, ബാക്കി മുഴുവനും നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ആ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഈ ഗ്രാഫ് ഓരോന്നിൻ്റെയും ചിത്രം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക. ഇത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ടേബിൾ ഞാൻ പറയും. ടേബിൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ടേബിളിലുള്ള ബാക്കിയുള്ള കോളംസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഗ്രാഫും ഒന്ന് വരയ്ക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതും. യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് 0, 1, 2, 3, 4, 5, 6. അടുത്ത കളിയിൽ എഴുതൂ TFC. എല്ലാ യൂണിറ്റ്സിലും 60 ആണ്. 0 ആകുമ്പോൾ 60 ആണ്, 1 ആകുമ്പോൾ 60 ആണ്, 2 ആകുമ്പോൾ 60 ആണ്, 3 up to 6 യൂണിറ്റ് ഇറ്റ് ഈസ് 60. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് TFC ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ ഷോർട്ട് റൺ. എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും TFC വിൽ ബി കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ TFC at all units of production it is 60. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എഴുതൂ. ദാറ്റ് ഈസ് TVC. എഴുതിക്കോളൂ. ആദ്യത്തേൽ 0, നെക്സ്റ്റ് ഇസ് 40, നെക്സ്റ്റ് ഇസ് 60, നെക്സ്റ്റ് ഇസ് 70, നെക്സ്റ്റ് ഇസ് 100, 160, 300. ഇനി അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഓരോ കേർവ്സ് എങ്ങനെയാണ്, AFC എങ്ങനെയാണ്, TFC എങ്ങനെയാണ്, TC എങ്ങനെയാണ്, MC എങ്ങനെയാണ്, എല്ലാ കേർവ്സിൻ്റെയും എല്ലാ ചിത്രവും നിങ്ങൾ വരച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ടാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ,
ക്ലിയർ? ഇന്ന് നിങ്ങൾ പറഞ്ഞു തന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വെക്കേണ്ടത് വേരിയസ് ഷേപ്സ് ഓഫ് വേരിയസ് കോസ്റ്റ് കർവ്സ്, കോസ്റ്റ് കർവുകളുടെ പല കോസ്റ്റ് കർവുകളുടെ ഷേപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആക്കിയിരിക്കണം. കാരണം എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ എക്സാമിന് വരാറുള്ളത് ടേബിൾ ഫില്ല് ചെയ്യാനും അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാനുമാണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് 8 മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും ഹാപ്പിയാണ് 8 മാർക്ക് കിട്ടിയാൽ, എനിക്കും ഹാപ്പിയാണ്. സോ ഓക്കെ, ബൈ. വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ. താങ്ക് യു.